ഇന്ത്യ ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ മത്സരത്തിനിടെ തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. 336 ക്യാച്ചുകളുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിലുമായി ഏറ്റവും അധികം ക്യാച്ചുകളെടുത്ത ഇന്ത്യൻ താരമായി വിരാട് കോഹ്ലി മാറി. 334 ക്യാച്ചുകളെടുത്ത മുൻ ഇന്ത്യൻ താരം രാഹുൽ ദ്രാവിഡിന്റെ റെക്കോർഡാണ് കോഹ്ലി തകർത്തത്. 440 ക്യാച്ചുകളുമായി ശ്രീലങ്കൻ ഇതിഹാസ താരം മഹേള ജയവർദ്ധനെയാണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളത്. മൊത്തത്തിലുള്ള പട്ടിക നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി 5ാം സ്ഥാനത്തും രാഹുൽ ദ്രാവിഡ് 6ാം സ്ഥാനത്തുമാണ്. ഏകദിന ക്രിക്കറ്റിന്റെ കാര്യമെടുത്താൽ ക്യാച്ചുകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന മുൻ ഓസീസ് നായകൻ റിക്കി പോണ്ടിങ്ങിനെയും കോഹ്ലി മറികടന്നു. ഈ മത്സരത്തിൽ ജോഷ് ഇംഗ്ലിസിന്റെയും നഥാൻ എല്ലീസിന്റെയും ക്യാച്ചുകളെടുത്ത കോഹ്ലി ആകെ 161 ക്യാച്ചുകളുമായാണ് പോണ്ടിങ്ങിനെ മറികടന്നത്. 301 ഏകദിന മത്സരങ്ങളിൽ നിന്നാണ് വിരാട് കോഹ്ലി ഈ നേട്ടം സ്വന്തമാക്കിയത്. 218 ക്യാച്ചുകളുമായി മഹേള ജയവർദ്ധന മാത്രമാണ് ഇക്കാര്യത്തിൽ കോഹ്ലിക്ക് മുന്നിലുള്ളത്. 160 ക്യാച്ചുകളുമായി ഓസീസ് നായകൻ റിക്കി പോണ്ടിങ് 3ാം സ്ഥാനത്തും 156 ക്യാച്ചുകളുമായി മുഹമ്മദ് അസ്ഹറുദ്ദീൻ 4ാം സ്ഥാനത്തുമാണ്. ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിനിടെ ഇന്ത്യൻ ഫീൽഡിങ്ങിലെ സജീവ സാന്നിധ്യമായിരുന്നു കോഹ്ലി. ക്യാച്ചുകൾ എടുത്ത് മാത്രമല്ല, വ്യത്യസ്ത തരത്തിലുള്ള ആഘോഷങ്ങളുമായും കോഹ്ലി മത്സരത്തിനിടെ ആരാധകരെ കയ്യിലെടുത്തു. പുതുമുഖ താരം കൂപ്പർ കൊണോലി പുറത്തായപ്പോൾ കോഹ്ലി നടത്തിയ ഡാൻസ് പെർഫോമൻസ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. 9 പന്തിൽ റണ്ണൊന്നും എടുക്കാതെ താരം പുറത്തായപ്പോൾ 4 റൺസ് മാത്രമായിരുന്നു ഓസ്ട്രേലിയൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് കോഹ്ലി വ്യത്യസ്തമായി കൊണോലിയുടെ വിക്കറ്റ് ആഘോഷിച്ചത്. ട്രാവിസ് ഹെഡ് പുറത്തായ സമയത്തും ആവേശകരമായ രീതിയിലായിരുന്നു കോഹ്ലിയുടെ ആഘോഷം. ഇതിനിടയിൽ കോഹ്ലി തെറിവിളിയാണോ നടത്തിയത് എന്ന തരത്തിൽ മാധ്യമ വാർത്തകളും പുറത്തു വന്നു. 32ാം ഓവറിൽ കോഹ്ലിയുടെ ത്രോ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ് പരാജയപ്പെട്ടപ്പോൾ കോഹ്ലി കലിപ്പിലാകുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു. ഇന്ത്യക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 264 റൺസാണ് മത്സരത്തിൽ നേടിയത്. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന്റെയും അലക്സ് കാരിയുടെയും അർദ്ധ സെഞ്ചുറികളാണ് ഓസ്ട്രേലിയക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. സ്മിത്ത് 96 പന്തിൽ 73 റൺസ് എടുത്തപ്പോൾ അലക്സ് കാരി 57 പന്തിൽ 61 റൺസ് സ്വന്തമാക്കി. ട്രാവിസ് ഹെഡ് 39, മാർക്കസ് ലബുഷാനെ 29 എന്നിവരാണ് മറ്റു പ്രധാന സ്കോറർമാർ. ഇന്ത്യക്കായി മുഹമ്മദ് ഷമി മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. 10 ഓവറിൽ 48 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് ഷമി വീഴ്ത്തിയത്. കൂപ്പർ കൊണോലി, സ്റ്റീവ് സ്മിത്ത്, നഥാൻ എല്ലിസ് എന്നിവരെയാണ് ഷമി പുറത്താക്കിയത്. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന സ്മിത്ത് ഷമിയുടെ ഫുൾ ടോസിലാണ് ഔട്ടായത്. വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും 2 വിക്കറ്റുകൾ വീതം നേടി. കഴിഞ്ഞ മത്സരത്തിൽ 5 വിക്കറ്റുകൾ വീഴ്ത്തിയ വരുൺ ചക്രവർത്തി 10 ഓവറിൽ 49 റൺസ് വഴങ്ങിയാണ് 2 വിക്കറ്റുകൾ നേടിയത്. രവീന്ദ്ര ജഡേജ 8 ഓവർ പന്തെറിഞ്ഞ് 40 റൺസ് വഴങ്ങി. റൺസ് വഴങ്ങുന്നതിൽ പിശുക്ക് കാണിക്കാതിരുന്ന ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റും സ്വന്തമാക്കി. 5.3 ഓവറിൽ 40 റൺസാണ് ഹാർദിക് പാണ്ഡ്യ വഴങ്ങിയത്. അക്സർ പട്ടേലാണ് വിക്കറ്റ് വീഴ്ത്തിയ മറ്റൊരു ഇന്ത്യൻ ബോളർ.